ഹലോ കൂട്ടുകാരെ, എന്നിലെ വീട്ടമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലഞ്ച് പ്രിപ്പറേഷനാണ്. കറി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് തക്കാളി ഇല്ലയെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ടെറസിൽ ഒരു പഴുത്ത തക്കാളിയുള്ള കാര്യം ഓർമ്മ വന്നത്. വേഗം തന്നെ ടെറസിൽ കയറി തക്കാളി പറിച്ചു. എന്നിട്ട് പരിപ്പ് കുക്കറിലിട്ടൊന്ന് വേവിച്ചു. കറി വയ്ക്കാനുള്ള കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു. തക്കാളിയുടെ ഒരു പകുതി പച്ചക്കറിയിലേക്കും ഒരു പകുതി മീൻ കറിയിലേക്കും മാറ്റിവെച്ചു. പച്ചക്കറി കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി എന്നിവയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്. അപ്പോഴാണ് മുളക് പൊടി ഇട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. വേഗം തന്നെ മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്കും അമ്മ മീനൊക്കെ നന്നാക്കി തന്നിരുന്നു. മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് കട്ട് ചെയ്തിട്ടു. പിന്നീട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കൊടുമ്പുളി, ഓയിൽ, അല്പം വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് എന്നിട്ട് മീൻ വറ്റിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അടുക്കള കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അന്ന് നമ്മൾ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറും കൂടെ എടുക്കുന്നുണ്ട്. നാരങ്ങച്ചാർ ഉണ്ടാക്കിയിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമായിട്ടോ നമ്മൾ നാരങ്ങച്ചാർ എടുക്കുന്നത്. അതിൻ്റെ ബോട്ടിൽ തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. നാരങ്ങച്ചാറിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാരങ്ങച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മോന് ചോറ് കൊടുത്തു, ഞാനും കഴിച്ചു. താങ്ക് യു.